നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ള പീസുകളും ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ചില്ലി ചിക്കനൊന്നും ഒരുപാട് സ്പൈസി ആയിരിക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ വൈറ്റും യെല്ലോവും കംപ്ലീറ്റ് യോക്കൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പെട്ടെന്ന് പിടിക്കാനായിട്ട് ഞാൻ എന്നും പറയാനുള്ളത് പോലെ തന്നെ നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് എല്ലാ മസാലകളും അതിൽ പിടിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ പീസസ് ഒക്കെ നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതായത് നമ്മൾ ചില്ലി ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചതുരമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, കുറച്ച് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതും ഒരെണ്ണം കംപ്ലീറ്റ് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കാത്തത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സോസിൻ്റെ ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഹാഫ് ഗ്ലാസോളം വെള്ളം ഉണ്ടാവും. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് വേണ്ട സോസൊക്കെ എല്ലാം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ള ഓയിൽ തന്നെയാണ് അത്. ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. എത്ര ചെറുതാക്കി അരിയുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, അതിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക.
ഓക്കെ, പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ചതുര കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊക്കെ ആ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിലെ ഗ്രേവിയൊക്കെ കംപ്ലീറ്റ് ചിക്കനിൽ നന്നായിട്ട് കയറിയിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഡ്രൈ ആയിട്ട് എല്ലാം ഗ്രേവിയും ആ ചിക്കനോട് ചേർന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. വെറും 15 മിനിറ്റ് മാത്രം മതി ഇത് റെഡി ആവാനായിട്ട്. ജസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് വെക്കണമെന്നൊന്നുമില്ല. ഏകദേശം ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും ചിക്കനൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.